നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥിയായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം UDFന്റെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് CPIM. VS ജോയ് സ്ഥാനാർത്ഥിയായാൽ ആര്യാടൻ ഷൗക്കത്തിന് ഇടതുപാളയത്തിൽ എത്തിക്കാനാകുമെന്ന് തന്നെയാണ് CPIM പ്രതീക്ഷിക്കുന്നത്. BJPയിലും ചർച്ചകൾ സജീവം തന്നെയാണ്. നോബിൾ മാരിക്കാരനും റഹീസ് റഷീദും അഷ്കർ അലി കരിമ്പയുമാണ് നമുക്കൊപ്പം വിശകലനവും വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം പോകേണ്ടത് നോബിൾ മാരിക്കാരനിലേക്കാണ്. നോബിൾ, നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു VS ജോയ് സ്ഥാനാർത്ഥിയാകുമെന്നത്. അതിൽ ഏതാണ്ട് ധാരണയായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്, അല്ലേ? വിനിത, നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. നിരവധി ഘടകങ്ങൾ VS ജോയ്ക്ക് അനുകൂലമായി ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമായുള്ള ബന്ധം, ഒപ്പം ലീഗുമായി തുടരുന്ന നല്ല ബന്ധം, ഒപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഒരു സർവേ നിലമ്പൂരിൽ നടത്തിയിരുന്നു. ഈ സർവേകളെല്ലാം ഒന്നാം സ്ഥാനം VS ജോയ്ക്കായിരുന്നു. അതിനെല്ലാം ഉപരി നിലവിലത്തെ രാജിവെച്ച MLA PV അൻവറിന്റെ കൃത്യമായ പിന്തുണ, ഇതെല്ലാം ഹൈക്കമാൻഡ് അടക്കമുള്ള നേതാക്കളെ VS ജോയിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്. ഏതാണെങ്കിലും VS ജോയ് തന്നെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. അതിനിപ്പോൾ പ്രഖ്യാപനം പ്രധാനമായും PV അൻവറുമായി കൂടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു ആശയവിനിമയം നടത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഈ മാസം 15-ന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട് ചെയ്തപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ VS ജോയ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് കടക്കാൻ ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കൈ നേടാൻ തന്നെയാണ് UDFും കോൺഗ്രസും ഒരുങ്ങുന്നത്. ആ പശ്ചാത്തലത്തിൽ നിലവിൽ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ അനൗപചാരികമായ യാത്രയാണെങ്കിൽ പോലും ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ധാരണകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. പക്ഷേ നേതാക്കളോട് ഇന്നിപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആരും തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന് UDF കോൺഗ്രസ് സജ്ജമാണ് എന്ന് മാത്രമാണ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തത്. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് നിലപാടുകൾ അതിനെയും കോൺഗ്രസ് വളരെ സംശയത്തോടെ ഒപ്പം കാണുന്നുണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തുമായി നേതൃത്വം കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകാത്ത രീതിയിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ VS ജോയ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നീക്കങ്ങൾ എന്നത് ഏറെ നിർണായകം തന്നെയാണ്. ഒരുപക്ഷെ ഇടതുമുന്നണി ഉറ്റുനോക്കുന്നതും അത് തന്നെയായിരിക്കണം. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് ഇപ്പോൾ ഇടത് ക്യാമ്പിലെ ചർച്ചകൾ? ആര്യാടൻ ഷൗക്കത്തിന്റെ നീക്കം അവർ നിരീക്ഷിക്കുകയാണ്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്തിനെ ഇടതുപാളയത്തിൽ എത്തിക്കാം എന്ന് തന്നെയാണോ കണക്കുകൂട്ടൽ? വിനിത, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടന്നു കഴിഞ്ഞു. 3 ഓപ്ഷനാണ് അല്ലെങ്കിൽ 3 പ്ലാനാണ് CPMന്റെ മുമ്പിലുള്ളത്. ആദ്യ പ്ലാൻ ഇപ്പോൾ വിനീത ചോദിച്ചതുപോലെ VS ജോയ് ആണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് LDF സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള പ്ലാൻ. അതല്ല, അവിടെ ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ P ഷബീർ എന്ന DYFയുടെ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷെറോണോ റോയിയോ നിർത്തുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള മറ്റൊരു പ്ലാൻ. ഇത് രണ്ടുമല്ലാത്ത, അതായത് ആര്യാടൻ ഷൗക്കത്തും VS ജോയും അല്ലാതെ സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഒരു നേതാവ് സ്ഥാനാർത്ഥിയായി UDFന് വരും എന്നും LDF നേതൃത്വം കരുതുന്നുണ്ട്. അവരങ്ങനെയും ആ സാധ്യതകൾ കൂടി കണക്ക് കൂട്ടുന്നു. അങ്ങനെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവാണ് UDF സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ, നിലമ്പൂർ സ്വദേശി കൂടിയായ സ്വരാജിനെ മത്സരിപ്പിക്കുക എന്ന ഒരു ധാരണയാണ് CPMനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് VS ജോയ് തന്നെയായിരിക്കും അവിടെ UDF സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ UDF പാളയത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന് P സരിനെ പാലക്കാട് നിർത്തിയതുപോലെ തന്നെ അവിടെ LDF സ്ഥാനാർത്ഥിയായി നിർത്തി വിജയം കൊയ്യുക എന്നൊരു തന്ത്രമാണ് CPMന്റെ മുമ്പിൽ ഇപ്പോഴുള്ളത്. വിനിത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഷ്കർ അലി കരിമ്പ കൂടി ചേരുകയാണ്. അഷ്കർ, നമുക്കറിയാവുന്ന പോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ തന്നെ അഷ്കറിനോട് സംസാരിച്ചപ്പോൾ അത് വ്യക്തമാക്കിയതുമാണ്. എന്താണ് NDA ക്യാമ്പിലെ നീക്കങ്ങൾ? ആരെ സ്ഥാനാർത്ഥിയാക്കും? ഷോൺ ജോർജിന്റെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നല്ലോ. വോട്ട് ശതമാനം ഉയർത്തുക എന്നത് തന്നെയായിരിക്കുമല്ലേ അവരുടെ ലക്ഷ്യം?
വിനീത, നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് BJP ഈ ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20% വോട്ടുകൾ നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഈ വോട്ടുകളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെല്ലുക, മാത്രമല്ല പരമ്പരാഗതമായി BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൂടി പെട്ടിയിലാക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പെട്ടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ BJP നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ അതിനോടൊപ്പം തന്നെ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ BJPയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം, ക്രൈസ്തവ സഭയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം BJP വ്യാപകമായി നടത്തിയിരുന്നു. അതേ ഓപ്പറേഷന്റെ ഭാഗമായി അതിന് തുടർച്ചയെന്നോണമാണ് നിലമ്പൂരിലും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് BJP പോകുന്നത്. അതിൽ അനൂപ് ആന്റണിയും അതുപോലെ തന്നെ ഷോൺ ജോർജ് അടക്കമുള്ളവരെ BJP പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും മണ്ഡലത്തിലുള്ള BJP നേതൃത്വം അടക്കം ഉയർത്തി കാണിക്കുന്നത് ഷോൺ ജോർജിന്റെ പേര് തന്നെയാണ്. ഷോൺ ജോർജ് മത്സരിക്കുക, പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് LDFലോ UDFലോ എവിടെ സ്ഥാനാർത്ഥിയെ വരികയാണെങ്കിലും അതിന് മറുപുറമായി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ അതും ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലാണ് BJP നേതൃത്വമുള്ളത്. അതുകൊണ്ട് ഷോൺ ജോർജ് അടക്കമുള്ളവരെ കാര്യമായി തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് BJP നേതൃത്വത്തിനുള്ളത്. സ്വാഭാവികമായും ഷോൺ ജോർജ് കൂടി അതിന് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതയാണ് കൂടുതലായും പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. ഇനി അതല്ലാതെ വരികയാണെങ്കിൽ മണ്ഡലത്തിലുള്ള ഒരു BJP ഒരു ക്രൈസ്തവ പ്രമുഖനെങ്കിലും സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ BJP നേതൃത്വം പരിഗണിക്കുന്നത്. അതിനൊക്കെ സാധ്യത ഇല്ലാതെ കഴിഞ്ഞാൽ മാത്രം നവ്യ ഹരിദാസ്, കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നവ്യ ഹരിദാസ് വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആ നവ്യ ഹരിദാസിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് കരുത്ത് തെളിയിക്കുക എന്നുള്ള ഒരു പ്ലാൻ കൂടി BJPയുടെ പക്കലുണ്ട്. വിനീത, ശരി, അത് തന്നെയാണ്. ഏതായാലും നീക്കങ്ങൾ സജീവമാണ്. സ്ഥാനാർത്ഥികൾ ആര് എന്നതുകൂടിയാണ് അറിയേണ്ടത്. UDF ഏതാണ്ട് PS ജോയിയെ ഉറപ്പിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് CPMന്റെയും NDAയുടെയും തന്ത്രങ്ങൾ എന്നുകൂടി അറിയണം. അഷ്കർ അലി കരിമ്പയും ഒപ്പം നോബിൾ മാരിക്കാരനും റഹീസ് റഷീദുമാണ് വിശദമായി തന്നെ വിലയിരുത്തലുകൾ നടത്തിയത്.